ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ നാളായി അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ആ മൃഗശാല ഒന്ന് കാണണമെന്ന്. അപ്പോൾ ആഴ്ചകൾ തോറും ഓരോരോ കാരണങ്ങൾ കാരണം ഇത് മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും അതേ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒട്ടും തന്നെ വിട്ടുടങ്ങാൻ തയ്യാറായില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹരിപ്പാടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഒരു കൽപ്പകവാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത് ഏതോ ഒരു ഫിലിം റൈറ്ററിൻ്റെ ഒരു സംരംഭമാണ്. 1990കളിലെ ഒരു റൈറ്ററാണ്. പല മികച്ച സിനിമകളും ആൾ എഴുതിയിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ചെറിയാൻ കൽപ്പകവാടി എന്നാണ് ആളുടെ പേര്. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് ഞങ്ങൾ നമ്മളുടെ സൂവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടതൊരു മുതലേനെയാണ്. അത് കഴിഞ്ഞ് ഒരു വൾച്ചറിനെ കണ്ടു. വൾച്ചറൊക്കെ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ സൂവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മൃഗങ്ങളെയും അടുത്ത് കാണാം. ഇത്രയും അടുത്ത് ഞങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുള്ളത് ആകെ കൂടെ തായ്ലൻഡ് സൂവിലാണ്. അപ്പോൾ ഈ തായ്ലൻഡ് സൂവിൻ്റെ അത്രയും വരില്ലെങ്കിൽ കൂടെ അതിൻ്റെ ഏകദേശം ഒരു മാതൃകയും കാര്യങ്ങളൊക്കെ നമ്മളുടെ തിരുവനന്തപുരം സൂ പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം നമ്മളുടെ നാട്ടിൽ നല്ലൊരു അടിപൊളി സൂ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അഭിമാനം കൊള്ളുന്നൊരു കാര്യമാണ്. പക്ഷേ കണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പന് ഇവിടെ എത്താൻ മാത്രമാണ് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അമ്മയായിരുന്നു. ഈ സൂവിലേക്ക് ഒരാൾക്ക് പ്രവേശന ഫീസായിട്ട് മേടിക്കുന്നത് 40 രൂപയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് നടക്കാൻ താല്പര്യമില്ലെങ്കിൽ ബാറ്ററി വെഹിക്കിളുകളും അവൈലബിൾ ആണ്. ഈ ബാറ്ററി വെഹിക്കിളുകൾ 330 വരെയാണ് അവൈലബിൾ. അത് കഴിഞ്ഞാൽ നടന്ന് തന്നെ പോകേണ്ടി വരും. സൂ ഒക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 4:30 മണിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾക്ക് മറ്റ് ഫുഡുകളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തപ്പി നടന്ന് എവിടെയും അതെ ലഞ്ച് ചോറ് കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മദേഴ്സ് ഡേ പ്ലാസ കണ്ടത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി അൺലിമിറ്റഡ് പായസവും ബുഫേയുമാണ്. അപ്പോൾ 3 തരം പായസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സദ്യ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടേക്ക് ചെന്നാൽ മതി. 5:30 ആയി കഴിഞ്ഞാലും ഇവിടെ ചോറ് കിട്ടും. നിങ്ങൾ തിരക്കൊഴിയുന്നവരെ എത്ര പേർക്ക് വേണമെങ്കിലും സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. 250 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. സദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് തന്നെ ബാക്കി പോയ സ്ഥലങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരും വഴിയാണ് കവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മളുടെ കൊല്ലത്ത് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. എന്തായാലും അവിടെ നല്ലൊരു ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് ഒരു ടിക്ക പോലത്തെ സാധനം, പിന്നെ അതിൻ്റെ കൂടെ ഇവരുടെ ലവാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെഡുമാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഇനിയും അതെ കൊല്ലത്ത് പോവുകയാണെങ്കിൽ ഇവിടെ എന്തായാലും